ഹിറ ഹരീറ എന്ന പെൺകുട്ടി വീട്ടിൽ പ്രസവിച്ചു എന്ന പോസ്റ്റ് അത് പ്രചരിപ്പിച്ച് ഹിറയെ ഫേമസ് ആക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. അതൊരു നല്ല ഒരു പ്രവണതയല്ല. കാരണം വീട്ടിൽ ധാരാളം ആളുകൾ ഇന്ന് പ്രസവിച്ചുകൊണ്ടിരിക്കുകയാണ്. പണ്ടും പ്രസവിക്കുന്നുണ്ട്, ഇന്നും പ്രസവിക്കുന്നുണ്ട്. അത് വാർത്തയാകാത്തത് കൊണ്ടാണ് അവരെ പറ്റി നിങ്ങൾ പുകഴ്ത്തി പറയാത്തത്. പക്ഷേ ഹിറ ഹരീറ അവരുടെ പ്രത്യേകത എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അവർ വല്ലാതെ അങ്ങോട്ട് പ്രചരിപ്പിക്കുന്നു. അവർ ലോകത്ത് ആദ്യമായി വീട്ടിൽ പ്രസവിച്ച ഒരു സ്ത്രീയെ പോലെ ആണ് സുനിത ദേവദാസും കിടിലം ഫിറോസും ഒക്കെ പ്രചരിപ്പിക്കുന്നത്. അങ്ങനെയല്ല, എൻ്റെ ഭാര്യ അടക്കം പടച്ചോൻ്റെ അനുഗ്രഹം കൊണ്ട് ഈ ഒരുപാട് പേര്, 100 കണക്ക് ആളുകൾ എനിക്ക് തന്നെ അറിയാം, ഒരു 2-3 വർഷത്തിനിടയിൽ വീട്ടിൽ പ്രസവിച്ച ആളുകളെ. അപ്പോൾ ഹിറ ഹരീറയെ ഇത്രയും ഫേമസ് ആക്കാനുള്ള ശ്രമം അതെന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് മനസ്സിലാകുന്നില്ല. നമുക്ക് തന്നെ അറിയാമല്ലോ, ഹോസ്പിറ്റലിൽ പോയി ഒരാൾ പ്രസവിച്ചാൽ പിന്നെ ഹോസ്പിറ്റലിൽ പോകുന്ന ആളുകൾ മടുത്തു പോകും. അങ്ങനത്തെ ഒരു സാഹചര്യമാണ് ആശുപത്രിയിലുള്ളത്. സ്വാഭാവികമായിട്ടും ഇഷ്ടം പോലെ ആളുകൾ, ഒരുപാട് ആളുകൾ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഹരിപ്പാട് ഒരു സ്ത്രീ ഒരു സിസേറിയൻ കഴിഞ്ഞിട്ട് അവർ ഹോസ്പിറ്റലിൽ പോകാൻ പേടിച്ച് വീട്ടിൽ കിടന്ന് അവസാനം കാറിൽ അവർ പ്രസവിച്ചു. അപ്പോൾ ഇതൊന്നും ഒരു വലിയ സംഭവമായിട്ട് ദയവായിട്ട് എടുക്കരുത്. സമൂഹം മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്. വീട്ടിൽ പ്രസവിച്ചു എന്തോ വലിയൊരു സംഭവം പോലെ ഈ പ്രചരിപ്പിക്കുന്നത്. ഈ ഹിറ ഹരീറയുടെ പോസ്റ്റ് സുനിത ദേവദാസൊക്കെ എടുത്ത് ഷെയർ ചെയ്യുമ്പോൾ ലോകത്ത് ആദ്യമായി ഒരു സ്ത്രീ വീട്ടിൽ പ്രസവിക്കുന്ന പോലെയൊക്കെയാണ് ആളുകൾക്ക് തോന്നുക. അതുകൊണ്ട് ഇതൊരു വലിയ സംഭവമൊന്നും അല്ല എന്ന് മനസ്സിലാക്കുക. സ്ത്രീകൾക്ക് വീട്ടിൽ പ്രസവിക്കാൻ തോന്നുന്ന 1000-കണക്കിന് 10,000-കണക്കിന് ലോകത്ത് മനുഷ്യന്മാർ വീട്ടിൽ തന്നെയാണ് പ്രസവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് തിരിച്ചറിയുക. അതുകൊണ്ട് ഇതൊരു വലിയ സംഭവമായിട്ട് എടുക്കണ്ട എന്നതാണ് എനിക്ക് പറയാനുള്ളത്. അസ്സലാമു അലൈക്കും.